നാളെ കർക്കിടകം 1 പിറക്കുന്നു. ഇതോടുകൂടി വടക്കൻ കേരളത്തിൽ കർക്കിടക മരുന്നുണ്ടാക്കലും ആരംഭിച്ചിരിക്കുന്നു. ഇത് കർക്കിടക മാസത്തിൽ മലബാറുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. മരുന്നുപൊടി എന്നിവയാണ് ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വടക്കൻ കേരളത്തിലെ നാട്ടിൻപുറ കാഴ്ചകളാണ്. വിവിധ തരം ചേരുവകൾ ചേർത്താണ് മരുന്ന് തയ്യാറാക്കുന്നത്. ഇത് ശരീരത്തിന് ഏറെ ഗുണകരമാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് മരുന്ന് നിർമ്മിക്കുക. മരുന്ന് ഉരുളിയിലാക്കുമ്പോൾ മരുന്ന് പൊടി ഉരലിൽ ഇടിച്ചാണ് ഉണ്ടാക്കുന്നത്. യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ വളരെ ആവേശത്തോടെയാണ് ഇത് നിർമ്മിക്കുന്നത്. ചെറിയ തുക ഈടാക്കിയാണ് വിൽപ്പന. ഇതിന് ആവശ്യക്കാർ ഏറെയാണ്. സാധാരണ പുറം രാജ്യങ്ങളിൽ പോലും ഈ മരുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എത്തിക്കാറുണ്ട്. അവിടെയും ആവശ്യക്കാർ ധാരാളമുണ്ട്. ഇത് വിൽപ്പന ചെയ്ത് ലഭിക്കുന്ന തുക അവർ ഉപയോഗിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ നാട്ടിൻപുറങ്ങളിലാണ് ഇത്തരത്തിൽ മരുന്ന് നിർമ്മാണം നടക്കുന്നത്. ഈ മരുന്ന് നിർമ്മാണം ഒരു ഒത്തൊരുമയുടെ കൂടിച്ചേരൽ കൂടിയാണ്. ചിട്ടകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന മാസമാണെന്ന് നമുക്കറിയാം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വളരെ ഒരുമയോടുകൂടി അവർ കർക്കിടക മാസത്തിന് വേണ്ട ആ ഒരു കരുതൽ, ആ ഒരു സുരക്ഷ, ആ ഒരു ചികിത്സ, അതിനൊക്കെ വേണ്ടി ഒരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർക്കിടക മാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. വ്രതാനുഷ്ഠാനങ്ങളും ചിട്ടകളും മാത്രമല്ല, പല കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ടതാണ് കർക്കിടക മാസം. രാമായണ പാരായണം, അതുപോലെ തന്നെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് ഒന്ന് ഓടിച്ച് പറയാം. വീട് വൃത്തിയാക്കി തുടക്കം കുറിക്കുക എന്നതാണ് പലരും ചെയ്യാറ്. കർക്കിടക മാസത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ തലേ ദിവസം വീട് നല്ലതുപോലെ വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ ഒക്കെ തളിച്ച് ശുദ്ധിയാക്കണം. അതിനുശേഷം ചേട്ടാ ഭഗവതിയെ പുറത്താക്കി ലക്ഷ്മി ദേവിയെ കുടിയിരുത്തേണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം കുളിച്ച് ശുദ്ധിയായ വിളക്ക് കൊളുത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അഷ്ടമംഗല്യത്തട്ട് പൂജാ ചടങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ദശപുഷ്പങ്ങളും ഒരു കിണ്ടിയിൽ വെള്ളവും വെക്കണം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. 1-ാം തീയതി മുതൽ തന്നെ രാമായണ പാരായണം നടത്തുന്നതിന് ശ്രദ്ധിക്കണം. കുളിച്ച് ശുദ്ധിയായ വിളക്ക് കൊളുത്തി വെച്ച് രാമായണ പാരായണം നടത്തുന്ന വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുകയും കുടുംബനാഥനും കുടുംബത്തിലും ഐശ്വര്യം കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് വിശ്വാസം. വൈകുന്നേരങ്ങളിലും സന്ധ്യ കഴിഞ്ഞ് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ രാമായണ പാരായണം നടത്തുന്നത് നല്ലതാണ്. ഇതുകൂടാതെ വിഘ്നങ്ങൾ അകലുന്നതിനായി ഗണപതി ഹോമവും ചെയ്യുന്നത് നല്ലതാണ്. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ, വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ ഇരുന്ന് രാമായണ പാരായണം നടത്തണമെന്നാണ് പറയുന്നത്. പിന്നെ നാലമ്പല ദർശനമുണ്ട്. രാമലക്ഷ്മണന്മാർ ഒരുമിച്ച് വാഴുന്ന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് രാമായണ മാസത്തിൽ അത് വിശേഷമാണ്. കർക്കിടക മാസത്തിലെ കർത്തവാവ് വരുന്നുണ്ട്. മരിച്ചുപോയ പിതൃക്കന്മാർക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്നത് പ്രധാന ചടങ്ങാണ്. വൈകുന്നേരങ്ങളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ ദശപുഷ്പങ്ങൾ വെക്കുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും നേട്ടവും ക്ഷേമവും ഒക്കെ കൊണ്ടുവരും. ശ്രീരാമ പട്ടാഭിഷേകം നടത്തുന്ന ചിത്രവും വെക്കാം. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇതിനേക്കാളെല്ലാം ഉപരി ഇതെല്ലാം നമുക്ക് അറിയുന്ന ചില ചിട്ടവട്ടങ്ങളാണെങ്കിൽ പോലും ആരോഗ്യത്തിന് നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. അതുകൊണ്ടാണ് നേരത്തെ മരുന്നുണ്ടാക്കുന്നവരെ, കർക്കിടക കഞ്ഞിക്കൂട്ടുണ്ടാക്കുന്നവരെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. എന്തായാലും ഏറ്റവും അടുത്ത്, നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് ഉള്ള നല്ല സ്ഥലങ്ങൾ ഉണ്ടാകും. ഇതുപോലെ കർക്കിടക കൂട്ടുകൾ ഉണ്ടാക്കുന്ന, കഞ്ഞിക്കൂട്ടുണ്ടാക്കുന്ന, മരുന്നുകൾ ഉണ്ടാക്കുന്ന അവിടെയൊക്കെ ചെല്ലുക. അതൊക്കെ വാങ്ങി ഈ മാസം അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കർക്കിടക ചികിത്സയുണ്ട്. ശരീരത്തിന് ആകപ്പാടെ ഒരു റിലാക്സേഷൻ കൊടുക്കുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. എന്തായാലും കർക്കിടകം പിറക്കുമ്പോൾ എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ, ആരോഗ്യം നിറഞ്ഞ ഒരു കർക്കിടക മാസം അഡ്വാൻസ് ആയി ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.